പ്രീ പ്രൈമറി ക്ലാസ്സിൽ ഡെമോ ക്ലാസ് എടുക്കാൻ റെഡിയായി നിൽക്കുന്ന ടീച്ചർമാരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രീ പ്രൈമറി ഡെമോ ക്ലാസ് ടിപ്സ് ആണ്. LKG, UKG, നഴ്സറി ടീച്ചർ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഡെമോ ക്ലാസ് ടിപ്സ് ഇൻ മലയാളം എന്ന പേരിൽ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വേറെ കുറെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആദ്യം ആ വീഡിയോ കണ്ടിട്ട് പിന്നെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമായിരിക്കും. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഒന്നാമത്തെ പോയിന്റ്, എൻ്റർ ദ ക്ലാസ് റൂം വിത്ത് ക്ലാരിറ്റി, കോൺഫിഡൻസ് ആൻഡ് ഇന്റന്റ് ടു ഇൻസ്പയർ. നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖത്ത് നല്ലൊരു ചിരി വേണം. ഒരു ചിരിയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുവാൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അല്ലാതെ ഒരു ഡൾ ലുക്കിൽ പ്രീ പ്രൈമറി ക്ലാസ്സിലേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ഈ പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് അറ്റൻഷൻ വളരെ കുറവാണ്. കാരണം അവര് വളരെ ചെറിയ കുട്ടികളല്ലേ. അപ്പോ നിങ്ങളുടെ ടീച്ചർമാരുടെ അപ്പിയറൻസ് വളരെ നന്നായിരിക്കണം. മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടായിരിക്കണം. അപ്പോ ഈ മുഖത്ത് വെറും ചിരി മാത്രം മതിയോ? പോരാ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇംപ്രസീവ് എൻട്രി തന്നെ ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ്? അതായത് നിങ്ങൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ കുട്ടികൾ പല സ്ഥലത്തും പലതും കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ക്ലാസ്സിൽ എത്തിയാലും കുട്ടികളുടെ ഫോക്കസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാ കുട്ടികൾക്കും റിലേറ്റബിൾ ആയ, വളരെ ഈസി ആയ, അതുപോലെ വളരെ ലൗഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടി വരും. അങ്ങനെ ഇപ്പൊ ഒരു കാര്യം നമുക്ക് എന്താ ചെയ്യാൻ പറ്റിയതുള്ളത്? ഏറ്റവും ഈസിയായ ക്ലാപ്പിംഗ്, അത് തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതായത് 1 2 1 2 3 1 2 1 2 3 ഇത് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതേസമയം കുട്ടികളെയും നിങ്ങളുടെ കൂടെ ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ് മുഴുവനും നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യും. അതുപോലെ ടീച്ചർ ക്ലാപ്പ് ചെയ്യുന്നത് നിർത്തിയാലോ കുട്ടികളും ക്ലാപ്പ് ചെയ്യുന്നത് ഉടനെ സ്റ്റോപ്പ് ചെയ്യും. പിന്നീട് അവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ടീച്ചർമാർ എന്ത് ചെയ്യണം? ഈ ഒരു സമയമാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ ഒരു ആക്ടിവിറ്റി കൂടാതെ വേറെ പല കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് കുട്ടികളുടെ ശ്രദ്ധ നേടാൻ വേണ്ടി കഴിയും. അതായത് നിങ്ങളിപ്പോ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാല് കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റൈമ് പാടി കൊടുക്കുക. കുട്ടികളോടും അത് ഏറ്റുപാടാൻ വേണ്ടി പറയുക. ഇങ്ങനെ ചെയ്യുമ്പോഴും കുട്ടികളുടെ ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ പോയിന്റ്, പ്രിപ്പയർ 2-3 ടോപ്പിക്സ് ഇൻ അഡ്വാൻസ് ഫോർ ദ ഡെമോ ക്ലാസ്. ഈ ഒരു പോയിന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ 2-3 ടോപ്പിക് എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം എന്ന്. പക്ഷേ പ്രൈമറി ക്ലാസ്സിലാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ സബ്ജക്ട് അനുസരിച്ച് നമുക്ക് ടോപ്പിക് ചൂസ് ചെയ്യാം അല്ലെ. 2-3 ടോപ്പിക് ചൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് റെഡി ആവാം. പക്ഷെ പ്രീ പ്രൈമറി ക്ലാസ്സിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു ടീച്ചർ തന്നെ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ടീച്ചർ മുഴുവൻ ദിവസവും ആ ക്ലാസ്സിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും, എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോ നിങ്ങളൊരു പ്രീ പ്രൈമറി ടീച്ചർ ആയതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങൾ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഡിഫറെന്റ് ടോപ്പിക് തിരഞ്ഞെടുത്ത് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതായത് ആൽഫബറ്റ്സ്, നമ്പേഴ്സ് ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കാം, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാം, ഇതൊക്കെ തീരുമാനിച്ചു വെക്കണം. എന്ന് വെച്ച് എല്ലാ ആക്ടിവിറ്റിയും ഒരു സമയത്ത് തന്നെ ക്ലാസ്സിൽ ചെയ്യേണ്ടതില്ല. അതായത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ക്ലാസ്സിൽ വർക്ക്ഔട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ സ്വിച്ച് ടു അനദർ ആക്ടിവിറ്റി. ഇങ്ങനെ ചെയ്താൽ ആ സമയത്ത് ആ ക്ലാസ്സിൽ നിങ്ങളുടെ കണ്ടന്റ് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. മൂന്നാമത്തെ പോയിന്റ്, ഗെറ്റ് ഓർ സ്റ്റാൻഡ് നിയർ ദ മോസ്റ്റ് കാച്ചി ഓർ ഇൻട്രസ്റ്റിംഗ് അറൌണ്ട് ദ ക്ലാസ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു പോയിന്റ് വേറെ ആരും ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ഒരു പോയിന്റ് ആണ് എന്നാണ്. അതായത് നിങ്ങൾ ക്ലാസ്സിൽ എത്തിയ ഉടനെ ആ ക്ലാസ് റൂം മൊത്തത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ആ ക്ലാസ്സിൽ എന്തൊക്കെ പ്രോപ്സ് ഉണ്ട്, അതായത് ടീച്ചിങ് എയ്ഡ്സ് ഉണ്ട്, ഏതൊക്കെ തരത്തിലുള്ള ചാർട്ട്സ് ഉണ്ട്. പിന്നെ കുട്ടികളെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുമല്ലോ. അതായത് നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ കൊടുത്ത്, അതായത് ക്ലാപ്പിംഗ് ഒക്കെ ചെയ്ത് അവരുടെ ആ ശ്രദ്ധ ആകർഷിക്കുന്ന സമയത്ത് ആ ക്ലാസ്സിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാച്ചി ആയിട്ടുള്ള ഒരു സാധനം നിങ്ങൾ കണ്ടാല് ആ സാധനത്തിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ നിൽക്കുക. അതിപ്പോ എന്തെങ്കിലും ഒരു ടീച്ചിങ് എയ്ഡ്സ് ആവാം, അല്ലെങ്കിൽ ചാർട്ട്സ് ആവാം, അല്ലെങ്കിൽ ബോള്,
അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സാധനത്തിന് എടുത്തു പോയിട്ട് നിങ്ങൾ നിൽക്കുക. എന്നിട്ട് ആ സാധനം കയ്യിലെടുക്കുക. ഇങ്ങനെ ഒരു കാര്യം കുട്ടികളെ വളരെയധികം അട്രാക്ട് ചെയ്യും. എന്നിട്ട് ആ സാധനത്തെ കുറിച്ച് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങുക. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ഈ കുട്ടികളുടെ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടും. കാരണം കുട്ടികൾ വിചാരിക്കുന്നത് നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു സാധനമല്ലേ, ഈ ടീച്ചർ ഇത് എടുത്തിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാനുള്ള ഒരു ആഗ്രഹം കുട്ടികൾക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും കുട്ടികളുടെ അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതായത് കുട്ടികൾ നിങ്ങളുടെ കൈ ശ്രദ്ധിക്കാൻ തുടങ്ങും, നിങ്ങളുടെ കയ്യിലുള്ള ആ സാധനം ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ആ പ്രോപ്പിനെ കുറിച്ച്, അതായത് ആ ടീച്ചിങ് എയ്ഡ്സ് അല്ലെങ്കിൽ ആ ചാർട്ടിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കുട്ടികളോട് പറയുക. അതേ സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 4ാമത്തെ പോയിന്റ്, സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിലെത്തി, ക്ലാസ്സുമായിട്ട് നിങ്ങൾ എൻഗേജ്ഡ് ആയി, കുട്ടികൾക്ക് ആക്ടിവിറ്റി ഒക്കെ കൊടുത്ത് അവരുടെ അറ്റൻഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തുക. കാരണം കുട്ടികൾക്ക് അറിയില്ല നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെ, എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്, അങ്ങനെയൊന്നും കുട്ടികൾക്ക് അറിയില്ല. കാരണം ഇത്രയും ദിവസം കുട്ടികൾ വേറൊരു ടീച്ചറെ കണ്ടു, ഇപ്പൊ പുതിയൊരു സ്ട്രേഞ്ചർ ആയ ഒരു ആള് വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു, അല്ലെ. അപ്പൊ നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ കുട്ടികൾ ആകെ കൺഫ്യൂസ്ഡ് ആകും. കാരണം അവർ കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് അറിയില്ലല്ലോ നിങ്ങൾ എന്തിനാ വന്നതെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതായത് നിങ്ങളുടെ പേര്, നിങ്ങളെ ക്ലാസ്സിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറയാ. കുട്ടികൾക്ക് അത് അറിയാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടാവും. ഇനി 5ാമത്തെ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ടീച്ചിങ് ആക്ടിവിറ്റി. ഇതിൽ കണ്ടന്റ് എങ്ങനെ ഡെലിവറി ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ കണ്ട ആ പ്രോപ്പിനെ കുറിച്ചൊക്കെ, ടീച്ചിങ് എയ്ഡ്സിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളുമായിട്ട് കണക്ട് ആവണം. അതായത് ക്ലാസ്സിലെ കുട്ടികളുടെ പേരോ അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരോട് കണക്ട് ആവുക. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കുട്ടിയോട് പേര് ചോദിച്ചു, ആ കുട്ടി അമൽ എന്നാണ് പേര് പറഞ്ഞത്. അപ്പൊ ആ കുട്ടിയുടെ പേരിന്റെ ആദ്യ അക്ഷരം എന്താണ്? എ അല്ലേ. അപ്പൊ നിങ്ങൾ ആ എ എന്ന ലെറ്റർ കുറെ തവണ റിപ്പീറ്റ് ചെയ്യുക. ആ കുട്ടിയുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ എ എന്ന് കുറെ തവണ റിപ്പീറ്റ് ചെയ്യുക. അതിനുശേഷം എ എന്ന ലെറ്റർ ബോർഡിലും എഴുതുക. അതിനുശേഷം ക്ലാസ്സിൽ നിന്ന് തന്നെ എ എന്ന ലെറ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ടീച്ചിങ് എയ്ഡ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ആപ്പിൾ അതുപോലത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചിലപ്പോൾ പ്രീ പ്രൈമറി ക്ലാസ്സിലാകുമ്പോൾ പല ടീച്ചിങ് എയ്ഡ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും എ ലെറ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ച് നിങ്ങൾ ഈ എ എന്ന ലെറ്റർ കുട്ടികളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ എ ലെറ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനം, എന്തെങ്കിലും പിക്ചർ ബോർഡിൽ നിങ്ങൾ വരച്ച് കാണിക്കുക. ആപ്പിൾ, അലിഗേറ്റർ, ഇങ്ങനെയുള്ള ഏതെങ്കിലും പിക്ചർ ബോർഡിൽ വരച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾ എ ലെറ്റർ പരിചയപ്പെടുത്തി കൊടുത്താൽ കുട്ടികൾക്ക്, അതായത് നമ്മൾ ക്ലാസ്സിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് നിങ്ങൾ ഒരു പിക്ചർ വരച്ച് അങ്ങനെയൊക്കെ വരച്ച് കാണിക്കുമ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതായത് നിങ്ങൾ ക്ലാസ്സിൽ തന്നെയുള്ള ടീച്ചിങ് എയ്ഡ്സും പിന്നെ അതുപോലെ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ നിങ്ങൾ ആ ഓൺ ദ സ്പോട്ടിൽ വരച്ച്, എലിഗേറ്ററിന്റെ ചിത്രവും ആപ്പിളിന്റെ ചിത്രവും ഒക്കെ വരച്ച് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അവർ പെട്ടെന്ന് അത് പഠിച്ചെടുക്കുകയും ചെയ്യും. അതായത് ഒരു കുട്ടിയുടെ പേരിൽ തുടങ്ങി എ എന്ന ലെറ്റർ പഠിപ്പിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് ഇത്. ഈ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് വേറെ കുട്ടികളെയും ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 5ഓ 6ഓ കുട്ടികളെ ഉപയോഗിച്ച് അവരുടെ പേര് ഉപയോഗിച്ച് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നവർക്കും തോന്നും, ഈ ടീച്ചർക്ക് കുട്ടികളുമായിട്ട് കണക്ഷൻ ബിൽഡപ്പ് ചെയ്യാൻ നന്നായിട്ട് അറിയാം, അതുപോലെ കണ്ടന്റ് എങ്ങനെ ഡെലിവറി ചെയ്യണം എന്നുള്ളതും അറിയാം. അതേസമയം നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ കൺക്ലൂഡ് ചെയ്യാൻ മറന്നേക്കരുത്. അതായത് തുടക്കത്തിൽ നിങ്ങൾ നല്ല ക്ലാപ്പൊക്കെ കൊടുത്ത് നല്ല എനർജി, അല്ലെ, ലൗഡ് വോയിസിലൊക്കെ ക്ലാസ് തുടങ്ങിയല്ലോ. അപ്പൊ അതേ ഒരു എനർജി ലെവൽ തന്നെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്തും ഉണ്ടായിരിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ക്ലാപ്പ് ചെയ്യാം, അതുപോലെ ക്വിക്ക് റിവിഷൻ നടത്താം. അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുക. നമ്മുടെ ഡെമോ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഈ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്നത്. അതായത് കുട്ടികൾക്ക് ചെറിയ റിവിഷൻ മോഡലൊക്കെ കൊടുത്ത് അവസാനം വരെ കുട്ടികളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾ നിലനിർത്തണം. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് തോന്നും ഈ ജോബ് ചെയ്യാൻ നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന്. അപ്പോ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കുകയും ഡെമോ ക്ലാസ് എടുക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോ ഈ വീഡിയോ പ്രീ പ്രൈമറി ടീച്ചേഴ്സിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. എന്നാലേ എനിക്ക് ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു
ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമന്റ് ഇടണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ക്ലാസ് വേണം, അല്ലെങ്കിൽ ഇന്നതിനെ കുറിച്ച് പറയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.